Ladies and gentlemen, this is Adarsh and welcome to my Kanayadi. തമിഴിന്ന് ഒരു റോംകോം ഇപ്പൊ OTT വന്നിട്ടുണ്ട്. ആരുടെ പടമാണ് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനുള്ള ത്വര കൂടും. PR അണ്ണന്റെ പടം, പ്രദീപ് രംഗനാഥന്റെ പടം, തമിഴ് സിനിമയിലെ അടുത്ത സൂപ്പർ സ്റ്റാർ. അങ്ങനത്തെ ഒരു വൺ ടൈറ്റിൽ കാർഡൊക്കെ അണ്ണന് കൊടുത്തിട്ടുണ്ട്. പ്രദീപ് രംഗനാഥന്റെ റോംകോം ആണ് ലൈക്ക് ലവ് ഇൻഷുറൻസ് കമ്പനി. LIKനെ ലിക്ക് എന്ന് വേണമെങ്കിൽ വായിക്കാം. അതായത് നക്കിയ പടം. സോ ഈ സിനിമയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ടൈറ്റിൽ ആട്ടോ. 100% ടൈറ്റിലിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. നക്കിയ പടം കറക്റ്റ് പേരാണ്. സോ വിഘ്നേഷ് അണ്ണൻ നക്കിയ പടം എന്നൊക്കെ ടൈറ്റിൽ ഇട്ടിട്ട് നമുക്ക് ഓൾറെഡി വാണിംഗ് തന്നു. നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. നമ്മൾ ഈ അപരാധം പോയി കണ്ടു. ആരുടെ തെറ്റ്? നമ്മുടെ തെറ്റ്. സോ ഞാൻ ബേസിക്കലി റോൾ മോഡൽ ആക്കിയിട്ടുള്ള ഒരാളാണ് വിഘ്നേഷ് ശിവൻ. യു ആർ മൈ ഹീറോ, യു ആർ മൈ ഇൻസ്പിറേഷൻ. സോ ഇങ്ങനെ ഹൈലി ടാലന്റഡ് ആണെന്നൊന്നും ഞാൻ പറയില്ല. ഒന്ന് രണ്ട് നല്ല പടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നീട് ആള് ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ട് റിലേഷൻഷിപ്പിലായി, കല്യാണം കഴിച്ചു, ഇപ്പൊ സുഖമായി ജീവിക്കുന്നു. ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ പട്ടാസ് ബോംബ് പൊട്ടിച്ചു വിടും. വേറെ കുഴപ്പമൊന്നുമില്ല. അതൊക്കെയാണ് ലൈഫ്. ആണ്ടവാ, അതൊക്കെയാണ് ലൈഫ്. ഇങ്ങനെ മണ്ടയിൽ വരച്ചത് നമ്മുടെ മുതുകത്തെങ്കിലും വരക്കണമായിരുന്നു. അപരാധം പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് അപരാധമാണ് ഈ പടം. ഈ പടത്തിന്റെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നിർത്തിപ്പോകാൻ തോന്നും. അതാണ് ഈ സിനിമയുടെ സ്പെഷ്യാലിറ്റി. കഥയൊന്നും പറയുന്നില്ല, ഓരോരുത്തരുടെ പെർഫോമൻസ് പറയാം. ഓസ്കാറിനെ വെല്ലുന്ന പെർഫോമൻസ്. ആദ്യം PR അണ്ണൻ ഈ പെണ്ണുങ്ങളെ കാണുമ്പോ ഈ ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്ക കൂട്ടാൻ കിട്ടിയ അവസ്ഥയാണ്. എന്തോരു ഒലിപ്പിക്കലാണെന്ന് അറിയോ. ഈ ഡ്യൂഡ് കണ്ടപ്പോ കർമ്മം കൺട്രാവി എന്നാണ് പറയാൻ തോന്നിയത്. എന്നാൽ ഇത് ക്രിഞ്ച് കൺട്രാവി. തൊലിയൊക്കെ ഉരിഞ്ഞു പോവാണ് കാണുമ്പോ. അണ്ണൻ കൃതി ഷെട്ടിയെ കാണുന്ന ഫസ്റ്റ് സീൻ ഉണ്ട്, ബോധം കെട്ട് വീഴും, ഹാർട്ട് അറ്റാക്ക് വന്ന് ബോധം കെട്ട് വീഴും. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പാത്തിരിക്ക, ഫസ്റ്റ് നൈറ്റ് പാത്തിരിക്ക, ഹാർട്ട് അറ്റാക്ക് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇതുവരെ പാക്കല്. അവർ ഭയങ്കര സ്പെഷ്യാലിറ്റി ഉള്ള സിനിമയാണ്. ആ ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് അണ്ണൻ തട്ടിപ്പോയിന്റ് വെച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടേനെ. അയ്യോ, എത്ര പടത്തിൽ സെയിം സാധനം. ഒന്ന് രണ്ട് പടത്തിലൊക്കെ സെയിം കോമാളിത്തരം കാണിക്കുമ്പോ അത് അക്സെപ്റ്റബിൾ ആണ്. ഇത് അങ്ങനെ എല്ലാം 100 കോടി അടിച്ചു കൊണ്ട് കാണിച്ചു വെച്ചിരിക്കുന്ന കോപ്രായം കാണണം. അത് അടുത്തത് കൃതി ഷെട്ടി. നമ്മൾ ഈ വെർബൽ ഡയറിയ എന്നൊക്കെ പറയില്ലേ, ക്യൂട്ട്നെസ് ക്രിഞ്ച് ഡയറിയ. ക്യൂട്ട്നെസിന്റെ ലൂസ് മോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് കൃതി ഷെട്ടിയുടെ ക്യാരക്ടർ. വെരി ഫസ്റ്റ് സീൻ ഉണ്ട്. ആള് മറ്റേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഒക്കെ ആയിട്ട് ഒരു ഇൻട്രോ പറയുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അപ്പൊ TV തല്ലി പൊട്ടിക്കാൻ തോന്നും. യൂഷ്വലി എല്ലാ അമ്മമാരും മക്കളുടെ അടുത്ത് പറയാ, നീ നന്നായി ഭക്ഷണം കഴിക്കണം, നന്നായി ഉറങ്ങണം, ശ്രദ്ധിച്ചു പോണം, അങ്ങനെയല്ലേ. കൃതി ഷെട്ടിയുടെ അമ്മ പറയുന്നുണ്ട്, ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ റീൽ ഇടാൻ മറക്കരുത്, റീൽ ഇടുമ്പോ എല്ലാം കാണിച്ചിട്ട് റീൽ ഇടണം. സൂപ്പർ തായി. ഇങ്ങനത്തെ തായിയാണ് എല്ലാവർക്കും വേണ്ടത്. ആൻഡ് കൃതി ഷെട്ടി ഈ പേര് ചോദിക്കും, പ്രദീപ് രംഗനാഥൻ പറഞ്ഞിട്ട് ധീമ എന്ന് പറയും. ആ സമയത്ത് മറ്റേ സെൻട്രൽ ഫ്രഷിന്റെ അഡ്വർടൈസ്മെന്റ് പോലെയാണ്. കാറ്റാണ്. ഈ കൊച്ചിന്റെ വായിൽ എന്താ വല്ല വിൻഡ് മില്ലുണ്ടോ? ധീമ പറയുമ്പോഴേക്കും കാറ്റടിക്കുകയാണ്. ആരാച്ച് അന്ത വിൻഡ് മില്ലൊന്നും എടുത്ത് പുറത്ത് വെക്കുവോ? ആൻഡ് നമ്മുടെ അണ്ണന്റെ തന്തപ്പിടിയായിട്ട് സീമൻ അണ്ണനാണ്. അറിയാലോ, മറ്റേ എന്താണ് ഒരു പാർട്ടി ഉണ്ടെന്ന്, നാമ തമിഴ് കച്ചേരിയ, അങ്ങനെ എന്തോ ഒരു പാർട്ടി ഉണ്ടായില്ല. NTK ഇലക്ഷനിൽ നിന്നിട്ട് ഒരു സീറ്റ് പോലും കിട്ടാതെ നാണം കെട്ട് തോറ്റു. വൈത്താളം മാത്രമേ ഉള്ളൂ. ആ അണ്ണനാണ് തന്തപ്പിടിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. നാടകം തൂങ്ങിച്ചാവും പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ. ഇങ്ങനെ മകള് ഈ മറ്റേ റീൽ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ഇടിച്ച് മരിക്കുന്നുണ്ട്. അതൊക്കെ കോമഡി പോലെയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ആ കൊച്ചു ശ്വാസം കിട്ടാതെ ചത്ത് കിടക്കുമ്പോ ഇങ്ങനെ മൊബൈൽ കൊണ്ടേ കൈ കൊടുത്ത്, മോളെ മൊബൈൽ ഉണ്ടെങ്കിൽ നീ ജീവിക്കുമല്ലോ, ജീവനോടെ തിരിച്ചു വാ എന്നൊക്കെ. ഏതവനാടാ ഇന്ത മാതിരി പൈത്യം പടം പണി വെച്ചിരിക്ക. മിഷ്കിനുണ്ട് ഒരു സീനില്, നിങ്ങൾ ചത്തിട്ടില്ല രക്ഷപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സീനിൽ മിഷ്കിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആകെ ഈ സിനിമയില് ഒരു വെറുപ്പിക്കാത്ത ക്യാരക്ടർ, ഓസ്കാർ നടനെന്നൊന്നും പറയുന്നില്ല, വെറുപ്പിക്കാത്ത ഒരു ക്യാരക്ടർ തോന്നിയത് ഗൗരി ജി കിഷന്റെ ക്യാരക്ടറാണ്. വേറെ ഒക്കെ വെറുപ്പിക്കലാണ്. 2040 അയ്യോ SJ സൂര്യ മാൻ. SJ സൂര്യ ഈ സിനിമയിൽ SJ സൂര്യയാണ് മെയിൻ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അങ്ങേരെ യൂഷ്വൽ തൊള്ളയിടലും കോപ്രായത്തരും പേക്കൂത്തും അത് തന്നെയാണ്. ഇതൊക്കെ ഒരു പാട്ടം. ഈ സിനിമയ്ക്ക് കഥയൊന്നുമില്ല കേട്ടോ. 2040 കാണിക്കുന്നത്. 2040
നമ്മളൊക്കെ ആരൊക്കെ പ്രേമിക്കണം, ആരൊക്കെ കെട്ടണം, അതൊക്കെ നോക്കുന്നത് LIK പറഞ്ഞ കമ്പനിയാണ്. അതായത് നക്കിയ കമ്പനി, ലവ് ഇൻഷുറൻസ് കമ്പനി. അവരാണ് തീരുമാനിക്കുക. അതായത് അവര് മോതിരമൊക്കെ തരും. നമ്മൾ ആ മോതിരം ഇട്ട് വഴി കൂടെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ആന്റി ആയിട്ട് അത് മാച്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ആന്റിയെ കെട്ടണം, അല്ലെങ്കിൽ ആന്റി ആയിട്ട് മാത്രമേ റിലേഷൻഷിപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇത്ര ഒരു 2 പാഴ്സലൊക്കെ അയച്ചു തരുമോ? 10 മിനിറ്റ് പോലെ അൺസൈക്കബിൾ ആണ്. ഇടയ്ക്കിടയ്ക്ക് അണ്ണനുണ്ട്, അനിരുദ്ധ് ഉണ്ട് ഇതില്. നമ്മുടെ SJ സൂര്യയുടെ അനിയൻ റോബോട്ട് ആയിട്ട് അനിരുദ്ധാണ് ഇതില്. അണ്ണ ഈ ഊത്ത ചായയിലൊക്കെ നിങ്ങൾക്ക് കയറി അഭിനയിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ചെയ്തതായിരിക്കും അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഓരോ പാട്ടുണ്ട്. യൂഷ്വലി അനിരുദ്ധ് മ്യൂസിക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്കിലും കിടുവായിരിക്കും. ഇതിൽ ഒരു പാട്ട് എന്തോ നല്ലതാണ്, ബാക്കി അതും വേസ്റ്റ് ആണ്. ലാസ്റ്റ് എല്ലാ പടത്തിലുള്ള പോലെ പ്രദീപ് രംഗനാഥന്റെ വക ഫൈറ്റ് ഒക്കെ ഉണ്ട്. 10 പൈസക്കുള്ള സാധനം. ഇതുവരെ പ്രദീപ് രംഗനാഥന്റെ ഇറങ്ങിയതിൽ ഏറ്റവും തീട്ട പടമാണ് നക്കിയ കമ്പനി. സോ നയൻതാരയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. അത്ഭുതമൊന്നുമില്ല, ഭർത്താവിന്റെ പടം ഭാര്യയെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണ്ടേ, ബാക്കി പ്രൊഡ്യൂസർ പൈസ എന്തിനാ കളയുന്നത്? സോ മഹേഷ് നാരായണൻ പോയിട്ട് കഥ പറഞ്ഞപ്പോ ഓക്കെ പറഞ്ഞ ആളാണ് നയൻതാര. ആ 3 മിനിറ്റിന്റെ റോൾ. വണ്ടി കയറും, ഇതാണ് നിന്റെ റൂം, പോയി ഫ്രഷ് ആവും, ഞാൻ വാദിക്കും, ഞാൻ സത്യം തിരിച്ചു കൊണ്ടുവരും, അതിൽ ഡയലോഗ് തീർന്നു. ഇതിന് നയൻതാര കാസ്റ്റ് ചെയ്ത മഹേഷ് നാരായണൻ ആൻഡ് അതിന് ഓക്കെ പറഞ്ഞ നയൻതാരയും വേറെ ലെവലാണ്. അപ്പൊ നയൻതാര ഇങ്ങനത്തെ അപരാധം പ്രൊഡ്യൂസ് ചെയ്തതിൽ എന്ത് അത്ഭുതം? മിക്കവാറും എനിക്ക് വിഘ്നേഷ് ശിവനോട് അജിത്ത് ഒരു തവണ നോ പറഞ്ഞത് ഇങ്ങനത്തെ വല്ല പേക്കൂത്ത് പടമായിട്ട് പോയിണ്ടാവും. ആൻഡ് ഇത് ആമസോൺ പ്രൈം എടുത്തിരിക്കുന്നത്. ആമസോൺ പ്രൈം ഒക്കെ ഈ പടം കണ്ടിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് അറിയാണ്ടിരിക്കുകയാണ്. അത്രയും വൃത്തികെട്ട പടം. അതാ പറഞ്ഞ നക്കിയ പടം. ടുവേർഡ്സ് എന്തൊക്കെ കാണിക്കാൻ നോക്കുന്നുണ്ട്. അതായത് ലവ് സ്കോർ ഇതാക്കണം, ലവ് സ്കോർ ഇവിടെ സിബിൽ സ്കോറെ ശരിയാവാതെ ഇരിക്കുമ്പോഴാണ് നിന്റെയൊക്കെ ലവ് സ്കോർ. സോ ദിസ് മൂവി ഈസ് ആക്ച്വലി സ്ട്രീമിംഗ് ഓൺ ആമസോൺ പ്രൈം. തമിഴ് അറിയാത്തവർക്ക് ഈ അപരാധം മലയാളത്തിൽ കാണാം, ഹിന്ദിയിൽ കാണാം, തെലുങ്കിൽ കാണാം, കന്നഡയിൽ പുഴുങ്ങാം. സോ വേണ്ടവര് കണ്ടു നോക്കുക.